അയോൾ അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി സെർച്ചും മേർജ് സോർട്ടും പറഞ്ഞു അല്ലേ. ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 പ്രോബ്ലംസ് ബൈനറി സെർച്ചും മേർജ് സോർട്ടും. ഇനി നമുക്ക് പറയാനുള്ളതാണ് ക്വിക്ക് സോർട്ട്. ക്വിക്ക് സോർട്ട് നമുക്കറിയാം എന്താണെന്ന്, ആ പേരിൽ തന്നെ ഉണ്ട്, സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്വിക്ക് സോർട്ട് ഈസ് എ സോർട്ടിങ് അൽഗോരിതം. ഇറ്റ് യൂസസ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്. ഓക്കെ, ഇതിൽ ഡിവൈഡ് ഉണ്ടാകും, കോൺകർ ഉണ്ടാകും, മേർജ് ഉണ്ടാകും. ദെൻ ഇറ്റ് സെലക്ട് വൺ എലമെൻറ്റ് ആസ് എ പിവോട്ട്. നമ്മൾ മേർജ് സോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, ഡിക്കേഴ്സിൽ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, എഗെയിൻ ഡിവൈഡ് ചെയ്യും, ഒറ്റ എലമെൻ്റ് ആണത് വരെ. എന്നിട്ട് ആ 2 പോർഷൻസും സെപ്പറേറ്റ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ട് ആ 2 പോർഷൻസും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊന്നാക്കിയിട്ട് മേർജ് ചെയ്യും. ഇതാണ് മേർജ് സോർട്ടിൽ നടത്തുന്നത്. ക്വിക്ക് സോർട്ടിൽ എന്താ, ഒരു പിവോട്ട് എലമെൻറ്റ്സ് ഉണ്ടാകും. ദെൻ സ്മോളർ എലമെൻറ്റ് ഗോ ടു ദ ലെഫ്റ്റ്, ലാർജർ എലമെൻറ്റ് ഗോ ടു ദ റൈറ്റ്. ഒരു പിവോട്ട് സെറ്റ് ചെയ്യും, ആ പിവോട്ടിനനുസരിച്ച് സ്മോളർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ലെഫ്റ്റിലോട്ടും ലാർജർ ആയിട്ടുള്ള എലമെൻറ്റ്സ് റൈറ്റിലോട്ടും മൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും എപ്പം വരെ, ആ അറേ സോർട്ട് ചെയ്യണ വരെ. ഇതാണ് മെയിനായിട്ട് എന്തിൽ നടക്കുന്നത്, ക്വിക്ക് സോർട്ടിൽ നടക്കുന്നത്. അതായത് ഒരു പിവോട്ട് എലമെൻ്റ് ഉണ്ടാകും, ഒരു അറേയിൽ ഒരു പിവോട്ട് എലമെൻ്റ് ഉണ്ടാകും. ആ പിവോട്ടിനനുസരിച്ച് പിവോട്ടിൻ്റെ ലെഫ്റ്റിലുള്ള എലമെൻറ്റ്സൊക്കെ എന്തായിരിക്കും, പിവോട്ടിൻ്റെ സ്മോളർ എലമെൻറ്റ്സ് ആയിരിക്കും ലെഫ്റ്റിലേക്ക് പോകും, ലാർജർ എലമെൻറ്റ് റൈറ്റിലേക്ക് പോകും. ദെൻ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും ഏതുവരെ, അറേ സോർട്ട് ചെയ്യുന്നത് വരെ. ഇതാണ് എന്തിൽ നടക്കുന്നത്, ക്വിക്ക് സോർട്ടിൽ നടക്കുന്നത്. Then step 1 is choose a pivot. Then step 2 partition the array around the pivot. Then step 3 sort the left part recursively. Left part അതേപോലെ എന്താക്കും, സോർട്ട് ചെയ്യും. Then right part അതുപോലെ സോർട്ട് ചെയ്യും. Then കംപ്ലീറ്റ്ലി array സോർട്ട് ചെയ്തിട്ട് കിട്ടും. ഇങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അൽഗോരിതം എന്ന് കറക്റ്റ് മനസ്സിലാക്കും. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 54, 26, 93, 17, 77, 31, 44, 55, 20 ഈ ഒരു അറേ ഉണ്ട്. ഈ ഒരു അറേയിൽ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റ്സ് പിവോട്ടാക്കി എടുക്കാം. ഒന്നെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എന്താക്കാം, ലാസ്റ്റ് എലമെൻറ്റ് പിവോട്ടാക്കി സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ എന്തെടുത്തു, ഫസ്റ്റ് എലമെൻറ്റ് പിവോട്ടാക്കി ഇവിടെ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെന്തുണ്ടാകും, ഒരു ലെഫ്റ്റ് മോസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും, ഒരു റൈറ്റ് മോസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും. ലെഫ്റ്റ് മോസ്റ്റ് എലമെൻ്റ് എപ്പോഴും എന്തായിരിക്കും, പിവോട്ടിനെക്കാട്ടിലും P+1, പിവോട്ടാണെങ്കിൽ പിവോട്ട് +1 ആ ഒരു എലമെൻ്റ് ആയിരിക്കും പി ആയിട്ട് നമ്മൾ സെറ്റ് ആക്കുക. ഇപ്പോൾ ഇവിടെ അറേ ഓഫ് പി എന്ന് പറഞ്ഞത് എന്താ, 26. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ N-1 എലമെൻറ്റ്സ് ആയിരിക്കും എന്ത്, ക്യൂ ആയിട്ട് സെറ്റ് ചെയ്യുക. അതായത് റൈറ്റ് മോസ്റ്റിലുള്ള എലമെൻ്റ് ആയിരിക്കും ക്യൂ. അപ്പോൾ പിവോട്ടിനെ സെറ്റ് ചെയ്തു, ദെൻ പീനെ എലമെൻറ്റ് കൊടുത്തു, ദെൻ ക്യൂ എലമെൻറ്റ് കൊടുത്തു. ഓക്കെ, അറേയിൽ ഫസ്റ്റ് നമ്മൾ പിവോട്ടും പിയും ക്യൂവും സെറ്റ് ചെയ്തു. ഇനി ഈ എപ്പോഴും എന്തായിരിക്കണം, ഈ പി എപ്പോഴും എന്തായിരിക്കണം, ഇൻക്രിമെൻറ്റ് അപ് ടു ക്രിയേറ്റർ ദാൻ പിവോട്ട്. പിവോട്ടിനെക്കാട്ടി വലുതാവുന്ന എലമെൻറ്റ് വരെ പി എന്തായിരിക്കണം, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ 26ഉം 54ഉം കമ്പയർ ചെയ്യുമ്പോൾ 54 വലുതും 26 പി എന്താണ്, ചെറുതുമാണ്. പക്ഷെ നമുക്ക് പി എന്തായിരിക്കണം, ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കണം അപ് ടു എന്താണ്, ക്രിയേറ്റർ ദാൻ പിവോട്ട്. പിവോട്ടിൻ്റെ എലമെൻറ്റിനെക്കാട്ടിയും വലുതാവുന്നത് വരെ പി ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പി മൂവ് ചെയ്തു. ദെൻ പി എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇവിടെ എത്തി. ഈ 93 പി എത്തി. ഓക്കെ, ഈ 93 പി എത്തി. അപ്പോൾ പി മൂവ് ചെയ്തിട്ട് എന്തായി, പി മൂവ് ചെയ്തിട്ട് ഈ 93 എന്താക്കി, പി എത്തി. ഓക്കെ, അപ്പോൾ 93ഉം 54ഉം കമ്പയർ ചെയ്തു അല്ലേ. കമ്പയർ ചെയ്തപ്പോൾ എന്തായി, പി എന്താക്കി, 54നെക്കാട്ടിലും വലുതാണ്. അപ്പം പി എന്താണ്, ഇപ്പം 93 മൂവ് ചെയ്തു. ഇനി ക്യൂ എലമെൻ്റ് എപ്പോൾ എന്തായിരിക്കണം, ഈ പിവോട്ട് എലമെൻറ്റിനെക്കാട്ടിലും ചെറുതായിരിക്കണം. അപ്പം 20ഉം 54ഉം കമ്പയർ ചെയ്തു. ഓക്കെ, ക്യൂ എന്താണ്, 54നെക്കാട്ടിലും ചെറുതല്ലേ. അപ്പോൾ ഇവിടെ ക്യൂ ഇതന്നെയാണ്, പി എന്താക്കി, 93 ആയി. ഇവിടുന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വന്നു, 93 ആക്കി. ഇനി എന്താവുക, ഈ 93യും 20യും സ്വാപ്പ് ചെയ്യാം. 93യും
23യും അതായത് എ ഓഫ് പിയും എ ആണ് അറിയുന്നുണ്ടെങ്കിൽ എ ഓഫ് പിൻ്റെ എലമെൻറ്റും എ ഓഫ് ക്യൂവിൻ്റെ എലമെൻറ്റും സ്വാപ്പ് ചെയ്യാം. അപ്പോൾ എ ഓഫ് പിയും എ ഓഫ് ക്യൂവും സ്വാപ്പ് ചെയ്യുമ്പോൾ എങ്ങോട്ട് വരും? ഈ 20 എങ്ങോട്ട് പോകും? ഈ 93ൻ്റെ പൊസിഷനിലേക്ക് പോകും. ഈ 93 എങ്ങോട്ട് വരും? 20ലേക്കും വരും. 20 ഇങ്ങോട്ട് വന്നു, 93 ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ പിയിൽ നിൽക്കുന്ന പൊസിഷനിൽ എവിടെയാണ്? പി ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ? ക്യൂ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പി എപ്പോഴും പിവോട്ട് എലമെൻറ്റിനെക്കാട്ടിൽ എന്താണ്? വലുതാവണം. അപ്പോൾ പി മൂവ് ചെയ്തു, 17-ലെത്തിയപ്പം 17ഉം 54 നോക്കി, അല്ല 70 പി ചെറുതും പിവോട്ട് എലമെൻറ്റ് വലുതുമാണ്. അങ്ങനെ ആകുമ്പോൾ എഗെയിൻ പി മൂവ് ചെയ്തു. എത്രയാണ്? 77ഉം 54ഉം കമ്പയർ ചെയ്തു. അപ്പോൾ 77 എന്താ? വലുതാണ്, 54 എന്താ? ചെറുതാണ്. അപ്പോൾ ഇൻക്രിമെൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? പി ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, പി എലമെൻറ്റ് ഇപ്പോൾ ഏതാ? 77. ക്യൂ നോക്കി, ക്യൂവിൽ 93 അല്ലേ? സോപ്പ് ചെയ്തപ്പോൾ 93 കിട്ടിയത്. അപ്പോൾ ഈ 93നെക്കാട്ടിലും ഈ 54നേക്കാളും ഏറ്റവും ചെറിയ വാല്യൂ ആവണം എന്നാ. അപ്പോൾ 93 എന്താ? വലിയ വാല്യൂ അല്ലേ? അപ്പം ക്യൂ എന്തായി? മൂവ് ചെയ്തു, 55. 55ഉം 54ഉം നോക്കുമ്പം 55 അല്ലേ വലുത്? നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ആണ് കിട്ടേണ്ടത്, അപ് ടു ചെറിയ വാല്യൂ വരെയാണ് കിട്ടേണ്ടത്. അപ്പോൾ എഗെയിൻ മൂവ് ചെയ്തു. ദെൻ 44. ഇപ്പോൾ 44ഉം 54ഉം കമ്പയർ ചെയ്തു. അപ്പോൾ ഏതാണ് ചെറിയ വാല്യൂ? 44 ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്തായി? ക്യൂവിൻ്റെ വാല്യൂ എഗെയിൻ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ എന്തായി? 44. ഓക്കെ, 77 ഗ്രേറ്റർ ദാൻ 54 ആണ്. അതുകൊണ്ട് പിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. 54 ഗ്രേറ്റർ ദാൻ 44 ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. എപ്പോഴും പിൻ്റെ വാല്യൂ പിവോട്ട് എലമെൻറ്റിനെക്കാട്ടും വലുതും ക്യൂവിൻ്റെ വാല്യൂ എന്തിനെക്കാട്ടിലും പിവോട്ട് എലമെൻറ്റിനെക്കാട്ടിലും ചെറുതും ആവണം. അപ്പോൾ ഇപ്പോൾ നമ്മളെ പി എവിടെ നിൽക്കുന്നത്? 77 മേലും, കാരണം 54നെക്കാട്ടിലും വലിയ വാല്യൂ ആവണം. ക്യൂവിൻ്റെ വാല്യൂ എവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ക്യൂവിൻ്റെ വാല്യൂ 44ലാണ് നിൽക്കുന്നത്. ദെൻ ഈ 77ഉം 44ഉം സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, 44 ഇങ്ങോട്ട് വന്നു, 77 ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? ഈ പി ആൻഡ് ക്യൂ. ഇപ്പോൾ പി ഇവിടെയാണ് നിൽക്കുന്നത്, ക്യൂ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? പിൻ്റെ വാല്യൂ എപ്പോഴും എന്താ എടുക്കണം? 54നെക്കാട്ടിലും വലുതായിരിക്കണം എന്നാണ്. അപ്പോൾ പി മൂവ് ചെയ്തു, 31 പറ്റുമോ? ഇല്ല. ദെൻ 77. അപ്പോൾ പിൻ്റെ വാല്യൂ ഇവിടെ നിൽക്കി, പിൻ്റെ വാല്യൂ ഇവിടെ നിന്ന്. അപ്പം 77ഉം 44 നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് കിട്ടി. ഇപ്പോൾ പി എവിടെ നിന്നു? 44ൻ്റെ എലമെൻറ്റിൽ, 77 ക്യൂവിൽ നിന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താക്കണം? ഈ 44നെക്കാട്ടിലും എന്തായിരിക്കണം? 54നെക്കാട്ടിലും വലുതായിരിക്കണം പിൻ്റെ വാല്യൂ. 44 മേലാണ് നിൽക്കണം, പറ്റുമോ? ഇല്ല. അപ്പോൾ 31ലേക്ക് മൂവ് ചെയ്തു, പറ്റുമോ? ഇല്ല. 31ഉം 54ഉം കമ്പയർ ചെയ്യുമ്പോൾ 54നെക്കാട്ടിലും വലുതാണോ 31? അല്ല. എഗെയിൻ മൂവ് ചെയ്തു, 77. പറ്റൂലേ? പറ്റും. അപ്പോൾ പിൻ്റെ വാല്യൂ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 77 മേൽ അല്ലേ? അപ്പം ക്യൂവിൻ്റെ വാല്യൂ, അപ്പം പി 77ൽ നിർത്തി. ക്യൂവിൻ്റെ വാല്യൂ എങ്ങോട്ടേക്കാണ്? ക്യൂ 54നെക്കാട്ടും ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം 77ഉം 54 പറ്റുമോ? ഇല്ല. ദെൻ 31 പറ്റൂലേ? പറ്റും. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇവിടെ 31ൽ. അതായത് ഇവിടെ പിവോട്ട് എലമെൻ്റ് ഉണ്ട്. ഇപ്പം 31ലാണ് എന്ത് നിൽക്കുന്നത്? ക്യൂ നിൽക്കുന്നത്. 77ലാണ് പി നിൽക്കുന്നത്. അപ്പം പിൻ്റെ പൊസിഷനും ക്യൂവിൻ്റെ പൊസിഷനും അങ്ങോട്ടും മാറിയില്ലേ? അല്ലേ? ഇപ്പോൾ ക്യൂ ലെസ് ദാൻ പി എന്നൊരു പൊസിഷനിലേക്ക് എത്തിയില്ലേ? അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ നടന്നു. പി ആൻഡ് ക്യൂവിൽ എന്ത് നടന്നു? ക്രോസ് ഓവർ നടന്നു അല്ലേ? അങ്ങനെ ആവുമ്പം നമ്മൾ ഈ പിയും എ ഓഫ് പിയും എ ഓഫ് ക്യൂ അല്ലേനോ നമ്മൾ സ്വാപ്പ് ചെയ്തിനത്. ഇപ്പം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത് എ ഓഫ് ക്യൂ ആൻഡ് പിവോട്ട് എലമെൻ്റ് ആണ്. ഇങ്ങനെ ക്യൂ ഫസ്റ്റും പി ലാസ്റ്റും വന്ന് ക്രോസ് ഓവർ നടന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലല്ല സ്വാപ്പ് ചെയ്യേണ്ടത്? പിവോട്ട് എലമെൻറ്റും ഈ എ ഓഫ് ക്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? സ്വാപ്പ് ചെയ്യേണ്ടത്. ദെൻ എ ഓഫ് ക്യൂ എന്താ അവിടെ? 31 അല്ലേ? ദെൻ എ ഓഫ് പിവോട്ട് എന്താ? 54. അങ്ങനെ ആകുമ്പോൾ അത് രണ്ടുമാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 31 ഇവിടെ 54, ഇങ്ങോട്ടേക്ക് 54 വന്നു, ഇങ്ങോട്ടേക്ക് 31 വന്നു. ഇങ്ങനെ പിവോട്ട് എലമെൻറ്റും എ ഓഫ് ക്യൂവും എന്ത് ചെയ്തു? സ്വാപ്പ് ചെയ്തു. ഇതുവരെ എത്തും. ഓക്കെ, ഇതുവരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഓവർ നടന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ എന്താക്കാം? ഇതാണ് ഇപ്പോൾ 54 ആണ് നമ്മളെ പിവോട്ട് എലമെൻറ്റ് അല്ലേ? ഇത് നമുക്കിനി 2 പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ 54ന് ഇങ്ങോട്ടേക്കുള്ളതൊക്കെ, ഇങ്ങോട്ടുള്ള എലമെൻ്റൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ലെസ് ദാൻ എന്താണ്? 54നെക്കാട്ടും ചെറിയ എലമെൻറ്റ്സ് ആണ് ഈ സൈഡിലൊക്കെ ഉള്ളത്.
ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ. 31, 26, 20, 17, 44 ഒക്കെ 54-നേക്കാളും ചെറുതാണ്. ഇങ്ങോട്ടേക്കുള്ള എലമെൻസോ ഒക്കെ ക്രിയേറ്റർ ദാൻ 54 ആണ്. എല്ലാ എലമെൻസും ക്രിയേറ്റർ ദാൻ എത്രയാണ്? 54. 77 ആണ്, 55 ആണ്, 93 ആണ്. പക്ഷെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടിയോ? ഇല്ല. പക്ഷെ ഇതൊക്കെ എന്താണ്? ലെസ് ദാൻ 54ഉം ഇങ്ങോട്ടേക്കുള്ളതൊക്കെ എന്താണ്? ക്രിയേറ്റർ ദാൻ 54. അപ്പോൾ ഇതിനെ നമുക്ക് 2 പോർഷൻസ് ആക്കിയിട്ട് എന്താക്കാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 31, 26, 31, 26, 20, 17, 44, then 54, then 77, 55, 93. ഇതിനിപ്പം നമ്മൾ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു ഇല്ലേ. ഇപ്പം ഇനി നമുക്ക് എന്താക്കണം? ഇവിടെ ഒരു പിവോട്ട് എലമെൻറ്റ് സെറ്റ് ചെയ്തു, ദെൻ ഒരു പി എലമെൻറ്റ് കൊടുത്തു, ഒരു ക്യൂ എലമെൻറ്റ് കൊടുത്തു. ഇതിലും ഈ ഒരു പോർഷനിൽ നമ്മളൊരു പിവോട്ട് എലമെൻറ്റിന് സെറ്റ് ചെയ്തു, ഒരു പി കൊടുത്തു, ഒരു ക്യൂ കൊടുത്തു. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത സെയിം മെത്തേഡ്സ് റിക്കേഴ്സീവായിട്ട് ഇതിൽ പെർഫോം ചെയ്യാം അല്ലേ. ഇതിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരിക? പിൻ്റെ എലമെൻറ്റ് 31-നെക്കാട്ടിയും വലുതാവണം അല്ലേ. അപ്പോൾ ഇതിനെ മൂവ് ചെയ്യും, 20 ആക്കും. പിന്നെ മൂവ് ചെയ്യും ആയോ? ഇല്ല. പിന്നെ മൂവ് ചെയ്യും, 44 ആക്കും. ഇങ്ങനെ നമ്മൾ ഇതിലും ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും, ഇതിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇങ്ങോട്ട് നമുക്കൊരു സോർട്ടഡ് അറേ കിട്ടും. ഇതാണ് ക്വിക്ക് സോർട്ട്.